എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ അഭിവാദ്യം ഞാൻ ആദ്യമായി നേരുകയാണ്. ശ്രീനാരായണ ഗുരു മതദർശനം ഇസ്ലാമോഫോബിയയും എന്ന മൗലികമായ ഒരു പ്രമേയത്തിലൂന്നി നിന്നുകൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും സാഹോദര്യത്തിന്, സൗഹൃദത്തിന് പുതിയ മാനവും കരുത്തും പകർന്നു നൽകുന്ന ഈ ചർച്ചാ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഏറ്റവും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ശ്രീനാരായണ ഗുരു ദർശനത്തിൻ്റെ മൗലികമായ പ്രമേയമാണ് സാഹോദര്യം എന്ന് പറയുന്നത്. ആ സാഹോദര്യം ചരിത്രത്തിൽ കൂടുതൽ മുഴക്കത്തോടു കൂടി അവതരിപ്പിച്ചു എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ദർശനങ്ങൾക്കിടയിൽ ഒരുപാട് സാമ്യതകളും പാരസ്പര്യങ്ങളും കൂടുതലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ജാതിഭേദം, മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് അരുവിപ്പുറത്ത് ഈഴവ പ്രതിഷ്ഠയ്ക്ക് ശേഷം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ബിരിമാറിൽ ശ്രീനാരായണ ഗുരു എഴുതി വെച്ചപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ആ സോദരത്വേന എന്ന സങ്കല്പം അദ്ദേഹം കണ്ടെടുക്കുന്നത് കൂടി ഇസ്ലാമിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അന്ന് ഇസ്ലാമും അതുപോലെ തന്നെ നാരായണ ഗുരുവും തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധവും, പ്രത്യേകിച്ച് വക്കം മൗലവിയും അദ്ദേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള സൗഹൃദവും സാഹോദര്യ ഭാവനയും ഒക്കെ അതിന് രാസത്വരകമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നാരായണ ഗുരുവിൻ്റെ ഏറ്റവും അരുമ ശിഷ്യനാണ് നമുക്കറിയാവുന്നതുപോലെ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം പുലയനയ്യപ്പൻ എന്ന വിളിപ്പേരിനു കൂടി അർഹനാണ്. സഹോദരൻ എന്ന വിളിപ്പേരിനെ ഗാഢമായി സ്വീകരിച്ച അദ്ദേഹം പുലയനയ്യപ്പൻ എന്ന വിളിപ്പേരിനെ കൂടി ഒരു ബിരുദമായി സ്വീകരിച്ചു എന്നതാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത്. ജാതിഭേദങ്ങൾ ഇല്ലാതാക്കാൻ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പത്രത്തിന് അദ്ദേഹം നൽകുന്ന പേര് സഹോദരൻ എന്നതാണ്. ജാതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച സംഘത്തിന് അദ്ദേഹം നൽകുന്ന പേര് സഹോദര സംഘം എന്നതാണ്. തൻ്റെ മകളെ സ്നേഹത്തോടു കൂടി അദ്ദേഹം വിളിക്കുന്നത് അല്ലെങ്കിൽ പേരിട്ടിട്ടുണ്ടായിരുന്നത് ആയിഷ എന്നതാണ്. അപ്പം തൻ്റെ മകൾക്ക് നൽകിയിട്ടുള്ള ആയിഷ എന്ന പേര്, തൻ്റെ സംഘടനയ്ക്ക്, തൻ്റെ പത്രത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സഹോദരൻ എന്നുള്ള പേര്, ഇതൊക്കെയും അദ്ദേഹം സ്വാംശീകരിക്കുന്നതും സ്വീകരിക്കുന്നതും ഇസ്ലാമുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ കൂടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരൻ, സാഹോദര്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാത്തു സൂക്ഷിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള രണ്ട് ദർശനങ്ങളുടെ പരസ്പരമുള്ള ചർച്ചകൾക്ക്, പരസ്പരമുള്ള കൂടിയിരുത്തത്തിന് ഇനിയും കൂടുതൽ കൂടുതൽ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്നുള്ളതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വിശകലനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഗുരുവിൻ്റെ മതദർശനവും ഇസ്ലാമോഫോബിയയും എവിടെയാണ് ചേർന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗുരുവിൻ്റെ മതദർശനത്തിലെ ഏറ്റവും മികച്ച രണ്ട് പ്രമേയങ്ങളാണ്, മികച്ച രണ്ട് മൂല്യമാണ്. ഒന്ന് സാഹോദര്യം, മറ്റൊന്ന് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പദവി ഇന്ത്യയിലെ, കേരളത്തിലെ സമൂഹങ്ങൾക്ക് പകർന്നു കൊടുത്തു എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അത് അവർക്ക് സമ്മാനിച്ചു എന്നുള്ളത് തന്നെയാണ് നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ നവോത്ഥാന ഇടപെടലുകളുടെ കരുത്ത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഇന്ത്യയിലെ, കേരളത്തിലെ ഒരു സാമൂഹികമായ യാഥാർത്ഥ്യമായിട്ടുള്ള ജാതി ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നിഷേധിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ
അത് മനുഷ്യൻ എന്നുള്ള പദവിയും സാഹോദര്യം എന്ന് പറയുന്ന മൂല്യവുമായിരുന്നു എന്നതാണ്. ഓരോ ജാതിയും അവരുടെ ജാതിക്കകത്ത് മാത്രം സാഹോദര്യം കാണുകയും മറ്റുള്ളവർക്ക് അത് നിഷേധിക്കുകയും ചെയ്തു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഒരു സാഹോദര്യ ഭാവന നിലനിന്നിരുന്ന ഒരു കാലത്ത് ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ, അത് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന സാമൂഹ്യമായിട്ടുള്ള അത്യാചാരങ്ങൾ, ഇതിലേക്കൊക്കെ തന്നെയും ഒരു സാമൂഹികമായ മാറ്റത്തിന്റെ തിരിനാളവുമായി കൊണ്ടായിരുന്നു ഇസ്ലാം കടന്നു വന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് കേരളത്തിന്റെ ഈ കീഴാള സമൂഹവും ഇസ്ലാമും തമ്മിലുള്ള വലിയ കൊടുക്കൽ വാങ്ങലുകളുടെ പാരസ്പര്യങ്ങളുടെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, നാരായണ ഗുരു ഇവിടെ കൊളുത്തി വെച്ചിട്ടുള്ള ഈ സാഹോദര്യം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഇത് ഇന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വിഭാഗമായി കൊണ്ട് ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ മുസ്ലിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അവിടെയാണ് ഇസ്ലാമോഫോബിയ അതിനൊരു കാരണമായി മാറുന്ന ഒരു പദ്ധതിയായി കൊണ്ട് രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വിശകലനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെയും ഇവിടെ വിശകലനം നടത്തി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരാലോചനാ പദ്ധതിയായി കൊണ്ട് നിലനിൽക്കെ തന്നെ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരനുഭവ യാഥാർത്ഥ്യമാണ് എന്നതാണ്. ഇതാണ് ഞാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം, ഒരു ഐഡന്റിറ്റിക്ക് ഇന്ന് നൽകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം പേര് കൊണ്ട് അല്ലെങ്കിൽ സംസ്കാരം കൊണ്ട് അല്ലെങ്കിൽ ആചാരങ്ങൾ കൊണ്ട് പലപ്പോഴും മുനകോർത്ത നോട്ടങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും ഇന്ത്യയിലെ, കേരളത്തിലെ, ലോകതലത്തിൽ തന്നെയുള്ള മുസ്ലിം സമൂഹങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തീവ്രവാദി എന്ന് പറയുമ്പോൾ, ഭീകരവാദി എന്ന് കേൾക്കുമ്പോൾ ഞാനല്ല അത് ചെയ്തതെന്നും ഞങ്ങളല്ല അത് ചെയ്തതെന്നുമുള്ള ഒരു നട്ടലൊരുക്കത്തോടു കൂടി അവനവനിലേക്ക് ചുരുണ്ടുകൂടേണ്ടി വരുന്ന ഒരവസ്ഥ പലപ്പോഴും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു ന്യൂനപക്ഷ വിഭാഗം ഏത് എന്ന ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഉത്തരം അത് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നതാണ്. ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുസ്ലിം വിഭാഗം ഏത് എന്ന ചോദ്യത്തിനും നമുക്ക് നൽകാൻ കഴിയുന്ന ഉത്തരം അത് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നതാണ്. ഇന്ത്യയുടെ മതേതര ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണഘടനാപരമായി കൊണ്ട് മുസ്ലിങ്ങൾ തുല്യാവകാശികളുമാണ്. ഇപ്പൊ ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും താഴെ തട്ടിൽ നിലനിൽക്കുന്ന ഒരു പിന്നാക്ക സമൂഹത്തെക്കാൾ കൂടുതലായി അധികാരത്തിന്റെ ചില ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ ഒരു പരിധിവരെ മുസ്ലിം സമൂഹത്തിന് ചരിത്രപരമായി കൊണ്ട് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ മനോഹരമായിട്ടുള്ള ഈ പുറം കവർണകത്തെ യഥാർത്ഥ മുസ്ലിം ചിത്രം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. സമകാലിക ഇന്ത്യയിൽ, വർത്തമാന ലോകത്ത് ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അത് കേവലം അക്ഷരങ്ങൾ കൊണ്ട് നിർവചിക്കാൻ കഴിയാത്തതാണ്, അക്കങ്ങൾ കൊണ്ട് നിർണ്ണയിക്കാൻ കഴിയാത്തതാണ്. സമകാലിക ഇന്ത്യയിൽ വിശിഷ്യ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിന്റെ പൂർവ്വകാല പൈതൃകം അതിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ്. നേരത്തെ രഘുമാഷ സൂചിപ്പിച്ചു, ഒരു കാലത്ത് ഈ രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹം, ചെങ്കോട്ടയുടെ, കുത്തുബ് മിനാറിന്റെ, താജ്മഹലിന്റെ കൈകാര്യകർത്താക്കൾ, നിയന്താക്കൾ, പക്ഷെ അവരുടെയൊക്കെ പിന്മുറക്കാർ പക്ഷേ ഇന്ന് തോട്ടിപ്പണിയെടുത്തുകൊണ്ട് റിക്ഷ വലിച്ചുകൊണ്ട് കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മീഷൻ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ മുസ്ലിം സമൂഹം സാംസ്കാരികമായി കൊണ്ട്, വിദ്യാഭ്യാസപരമായി കൊണ്ടുള്ള പിന്നാക്കാവസ്ഥയിൽ ഇന്ത്യയിലെ മുഹാസിറുകളെക്കാളേറെ ക്ഷയോന്മുഖമായിട്ടുള്ള ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഈ മുഹാസിർ ആര് എന്നതിനെ സംബന്ധിച്ച് അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം വേറെ ഒരു അടിക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ജീവിതവൃത്തിക്ക് വേണ്ടി എലിപിടുത്തം ശീലമാക്കിയിട്ടുള്ള ഏറ്റവും ദയനീയ സമൂഹമാണ് മുഹാസിറുകൾ എന്ന് പറയുന്നത്. ആ മുഹാസിറുകളെക്കാൾ ഏറെ പിന്നാക്ക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം എന്നാണ് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മീഷൻ അവരുടെ പഠനത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന അവസ്ഥയാണ്.
ഇതിനപ്പുറത്താണ് നമുക്കറിയാവുന്നതുപോലെ ഭരണകൂടപരമായി കൊണ്ടുള്ള ഭീകരത മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭരണകൂട ഭീകരത എന്ത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. കാരണം ദൈനംദിനം പത്രമാധ്യമങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൈവശം എപ്പോഴും രണ്ട് ചാപ്പയുണ്ട് എന്നതാണ്. അതൊന്ന് ദേശസ്നേഹത്തിന്റെ ചാപ്പയാണ്, മറ്റൊന്ന് ദേശദ്രോഹത്തിന്റെ ചാപ്പയാണ്. അപ്പൊ ഭരണകൂടം ഈ ചാപ്പയെടുത്തുകൊണ്ട് ആരുടെ പുറത്ത് ചാത്തുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് അവർ ദേശസ്നേഹികളാവുന്നു, മറ്റവർ ദേശദ്രോഹികളായി തീരുന്നു. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ പലപ്പോഴും മുസ്ലിം സമൂഹം ഈ ദേശദ്രോഹത്തിന്റെ ചാപ്പകൾ നിരന്തരമായി കൊണ്ട് ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരായി പലപ്പോഴും മാറി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പൊ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ചുകൊണ്ട് രാജ്യത്തുള്ള മൊത്തം തടവുകാർ എന്ന് പറയുന്നത് 4 ലക്ഷത്തോളം വരുന്നവരാണ്. 4 ലക്ഷത്തോളം വരുന്ന ഈ തടവുകാരിൽ ഏകദേശം 2.5 ലക്ഷത്തോളം പേർ വിചാരണ തടവുകാരാണ്. ഈ 2.5 ലക്ഷത്തോളം വരുന്ന വിചാരണ തടവുകാരിൽ സിംഹഭാഗവും ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, ഈ രാജ്യത്ത് മുസ്ലിം സമൂഹമാണ്. ചെയ്ത തെറ്റെന്താണ് എന്നറിയാതെ പലപ്പോഴും ജയിലറകൾക്കുള്ളിൽ നരക ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവരായിക്കൊണ്ട് ഈ വിചാരണ തടവുകാർ മാറി തീർന്നുകൊണ്ടിരിക്കുന്നു, കോടതിയുടെ കനിവും കാത്തുകൊണ്ട് എന്നതാണ്. അപ്പൊ പലപ്പോഴും ഇവിടുത്തെ സംഘപരിവാർ ഫാസിസ്റ്റുകൾ നിരന്തരമായി കൊണ്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന, അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പല മതേതരവാദികളും അതിനപ്പുറത്ത് ക്രിസംഖ്യ സമൂഹം അടക്കം പലരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താ? മുസ്ലിം സമൂഹം അവരുടെ ജനസംഖ്യാനുപാതികമായി കൊണ്ട് ലഭ്യമാകേണ്ടതിനേക്കാൾ ഏറെ പ്രാതിനിധ്യം ഉദ്യോഗ തലങ്ങളിലും രാഷ്ട്രീയ മേഖലകളിലും മറ്റുമൊക്കെ അവർ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നിരന്തരമായിട്ടുള്ള ഒരു വ്യാജാരോപണം മുസ്ലിം സമൂഹത്തിൽ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ജനസംഖ്യാനുപാതികമായി കൊണ്ട് ലഭ്യമാകേണ്ടതിനേക്കാൾ ഏറെ ഉള്ള പ്രാതിനിധ്യം മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത് അധികാര മേഖലയിലല്ല, ഉദ്യോഗ മേഖലയിലല്ല, മറിച്ച് ജയിലറകൾക്കുള്ളിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇതൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ. അതുകൊണ്ടാണല്ലോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ സൂചിപ്പിക്കുന്നത്, ഒരു നാൾ ഉണർന്നു നോക്കുമ്പോൾ സ്വരൂപമാകെ മാറിപ്പോയിരിക്കുന്നു. കത്തിക്കു പകരം തോക്ക്, തൊപ്പിക്കു പകരം കഫിയ, കൽബ് ഇരുന്നിടത്ത് മിടിക്കുന്ന ബോംബ്, വായിക്കുന്നത് ഇടത്തോട്ട്, പുതിയ ചില പേര് ഭീകരവാദി, ആർക്കും എന്നെ തുറുകില്ലടക്കാം, ഏറ്റുമുട്ടലെന്ന് പാടി കൊല്ലാം, തെളിവൊന്നു മതി എൻ്റെ പേര് എന്നാണ് സച്ചിദാനന്ദൻ ഞാൻ മുസ്ലിം എന്ന് പറയുന്ന കവിതയിൽ ഉന്നയിക്കുന്നത്. അപ്പൊ അത് ഈ നടമാടിക്കൊണ്ടിരിക്കുന്ന ഭരണകൂട ഭീകരതയാണ് അതിൽ ഇരമ്പിയാർത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ ഫ്രാൻസ് കാഫ്കയുടെ പരിണാമം എന്ന് പറയുന്ന നോവലുണ്ട്, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നോവലാണ്. ആ നോവലിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഗ്രിഗർ സാംസെ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. ആ ഗ്രിഗർ സാംസെ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ സ്വസ്ഥ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു മധ്യവർഗ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എല്ലാവർക്കും പ്രിയങ്കരനാണ്, കുടുംബങ്ങൾക്ക് പ്രിയങ്കരനാണ്. ഏറ്റവും അധികം നോവൽ കാഫ്ക സൂചിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് അദ്ദേഹം ജീവനാണ്, നാട്ടുകാർക്ക് പ്രിയങ്കരനാണ്. ഇങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രിയങ്കരനായിട്ടുള്ള ഈ ഗ്രിഗർ സാംസെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഉറക്കറയിൽ, അദ്ദേഹം തന്റെ മെത്തയിൽ നിന്ന് രാവിലെ ഉറക്കമെണീക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ബീഭത്സ കീടമായി കൊണ്ട് രൂപപരിണാമം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഗ്രിഗർ സാംസെയെ കുറിച്ച് കാഫ്ക പറയുന്നത്. നേരത്തെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ആ ഗ്രിഗർ സാംസെ അന്നു മുതൽ വെറുക്കപ്പെടുന്നവനായി മാറുകയാണ്. കുടുംബത്തിന് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, പെങ്ങളും തൊട്ടു നോക്കുന്നില്ല, അറപ്പോടുകൂടി മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ്. അവസാനം വേലക്കാരി മാത്രമാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഒരു പരിധി വരെ ചെയ്തു കൊടുക്കുന്നത്. നോവലിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭമുണ്ട്. അപ്പോൾ വേലക്കാരി ഇങ്ങനെ ഈ തൂപ്പ്, ഇങ്ങനെ ഈ അഴുക്കുകൾ തപ്പിക്കൊണ്ടിരുന്ന ഈ തൂപ്പ് സാധനം കൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ചത്തുപോയി കേട്ടോ എന്ന് വീട്ടുകാരോട് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് വളരെ സന്തോഷത്തോടു കൂടി നെഞ്ഞത്ത് കുരിശ് വരയ്ക്കുന്നതായി കൊണ്ടാണ് ആ നോവലിൽ കാണിക്കുന്നത്. ഇങ്ങനെ രൂപപരിണാമം സംഭവിച്ച, ഒരു നാൾ ഉണർന്നു നോക്കുമ്പോൾ സ്വരൂപമാകെ മാറിപ്പോയിരിക്കുന്നു എന്ന് സച്ചിദാനന്ദൻ പറയുന്നത് അവിടെയാണ്. രൂപപരിണാമം സംഭവിച്ച ഒരു ദയനീയ സ്ഥിതിവിശേഷം പലപ്പോഴും ഇന്ത്യയിൽ, ലോകത്ത് തന്നെ മുസ്ലിം സമൂഹത്തിന് നിലനിൽക്കുന്നു എന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം ശത്രുവിനെ
സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരത്തിൻ്റെ തുടർച്ച നിലനിർത്തുവാൻ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ പലപ്പോഴും മതനിരപേക്ഷ ശക്തികൾ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ കൗടില്യൻ അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഒരു സമ്പന്നന്റെ ഖജനാവ് കൊള്ളയടിക്കുക എന്നതിനെ സംബന്ധിച്ചൊരു ഉപായം പറയുന്നുണ്ട്. കൗടില്യൻ പറയുന്നത്, നിങ്ങൾക്കൊരു സമ്പന്നന്റെ ഖജനാവ് കൊള്ളയടിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴി മാത്രം, നിങ്ങൾക്ക് ഒരാളെ കൊണ്ടുപോയിട്ട് ആ സമ്പന്നന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയിടുക, എന്നിട്ട് ആ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ മറവിൽ നിങ്ങൾക്ക് ആ സമ്പന്നന്റെ ഖജനാവ് നിങ്ങൾക്ക് കൊള്ളയടിക്കാം എന്ന് കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ മുസ്ലിം എന്ന് പറയുന്ന ഒരു പൊതുശത്രുവിനെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അതിന്റെ മറവിൽ തങ്ങളുടെ അധികാരത്തിന്റെ തുടർച്ച നിലനിർത്തുവാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകൾ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആരൊക്കെ വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഗോവർദ്ധന്റെ യാത്രകളിലെ കേന്ദ്ര കഥാപാത്രം ഗോവർദ്ധനാണ്. അപ്പൊ ഗോവർദ്ധൻ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തവിട് വാങ്ങുന്നതിന് വേണ്ടി മാർക്കറ്റിലേക്ക് പോയതാണ്. മാർക്കറ്റിലേക്ക് പോയ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ഭരണകൂടത്തിന്റെ പിടിയിലകപ്പെടുന്നു. കൊട്ടാര സേവകർ അദ്ദേഹത്തെ പട്ടാളക്കാർ പിടികൂടുന്നു, കൊണ്ടുപോയി ജയിലറകൾക്കുള്ളിലേക്ക് വലിച്ചെറിയുന്നു. അത്തരം ഒരു ഗോവർദ്ധനെ കാത്തിരിക്കുകയായിരുന്നു ഭരണകൂടം എന്ന് ആനന്ദ് പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്, നഗരമധ്യത്തിലെ ഒരു മതിൽ ഇടിഞ്ഞു വീണുകൊണ്ട് ആ മതിലിനടിയിൽപ്പെട്ടുകൊണ്ട് ഒരാട് ചത്തുപോവുകയാണ്. ആട് ചത്തതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ പണിക്കാരെ, മിനസ്ത്രീയെ, അതിന്റെ ഭാഗഭാക്കായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഭരണകൂടം പിടിക്കുന്നു. ഏവർക്കും ഭരണകൂടം യാതൊരുവിധ യുക്തിദീക്ഷയും ഇല്ലാതെ ഭരണകൂടം വധശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇവരെ തൂക്കിലേറ്റാൻ നോക്കുന്ന സന്ദർഭത്തിൽ ഭരണകൂടം നേരത്തെ തന്നെ ഒരു വിധി കൊണ്ടുവന്നിട്ടുണ്ട്. അഥവാ തൂക്കിലേറ്റപ്പെടുന്ന വ്യക്തികൾക്കുള്ള തൂക്കുകയറിന് എത്രമാത്രം വലുപ്പമുണ്ടാകണം എന്നുള്ളൊരു കണക്കാണ്. അപ്പൊ ആ കണക്കനുസരിച്ച് കൊണ്ടുള്ള ഒരു കഴുത്തും അനുയോജ്യമായ കഴുത്ത് ഈ പിടിയിലകപ്പെട്ട ആളുകൾക്കില്ല എന്നതാണ്. അവസാനം ആരുടെയെങ്കിലും ഒന്ന് തൂക്കിലേറ്റണമല്ലോ. അങ്ങനെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ഒരു കഴുത്ത് മെലിഞ്ഞ വ്യക്തിയെ തേടിക്കൊണ്ട് ഭരണകൂടം നെട്ടോട്ടം ഓടുകയാണ്. ആരെങ്കിലും ഒന്ന് പിടിക്കണം, തൂക്കിലേറ്റണം, എന്നിട്ടൊന്ന് മാനം രക്ഷിക്കണം എന്ന മട്ടിലാണ് ഭരണകൂടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഈ നെട്ടോട്ടത്തിനിടയിലേക്കാണ് ഈ പാവം കഴുത്ത് മെലിഞ്ഞ ഗോവർദ്ധൻ കടന്നു വരുന്നത്. ഗോവർദ്ധനെ പിടികൂടുന്നു, കൊണ്ടുപോകുന്നു. ഇതാണ് പറയുന്നത്. അപ്പൊ ഇതിലൂടെ ആനന്ദ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ആനന്ദുമായിട്ട് രാഷ്ട്രീയപരമായി വളരെ വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ അദ്ദേഹത്തോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വാചകം ഇതാണ്: ഏതൊരു ഭരണകൂടത്തിനും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു കഴുത്ത് മെലിഞ്ഞ ഗോവർദ്ധന്മാർ അനിവാര്യമാണ് എന്നാണ് ആനന്ദ് പറഞ്ഞു വെക്കുന്നത്. കാര്യം വളരെ ശരിയാണ്. ഇന്ത്യയിൽ പലപ്പോഴും ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിലും അധികാരത്തിന്റെ നൈരന്തര്യം അവർക്ക് കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിലും ചില കഴുത്ത് മെലിഞ്ഞ ഗോവർദ്ധന്മാർ അനിവാര്യമാണ് എന്നതാണ്. നിർഭാഗ്യവശാൽ ആ കഴുത്ത് മെലിഞ്ഞ ഒരു ഗോവർദ്ധന്റെ സ്ഥാനമാണ് ഇന്ന് ഇന്ത്യയിൽ മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഭരണകൂടപരമായിട്ടുള്ള ഒരു ഭീകരത ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്താകട്ടെ നമുക്കറിയാം സാമൂഹികമായിട്ടുള്ള ഒരു വിവേചന ഭീകരത കൂടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഭരണകൂടപരമായ ഭീകരത ഞാൻ സൂചിപ്പിച്ചു. ഈ വിവേചന ഭീകരത എന്താണ്? സാമൂഹികമായിട്ടുള്ള വിവേചന ഭീകരത എന്താണ് എന്ന് ചോദിച്ചാൽ അതും വളരെ കൃത്യമാണ്. നമുക്കറിയാം, ദേശീയത എന്ന് പറയുന്നത് ഫാഷിസത്തെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമാണ്. എന്നാൽ മുസ്ലിം സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം, ദളിത് സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമുക്കറിയാവുന്നതുപോലെ ഒളിച്ചിരിക്കാൻ പറ്റിയ പാരമ്പര്യങ്ങളോ സംസ്കാരങ്ങളോ പലപ്പോഴും ഇന്ത്യൻ ദേശീയതക്കകത്തില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രം പോലും സുരക്ഷിതമല്ല എന്നത് ഗുജറാത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കിയതാണ്. കാരണം വയറ് പിളർന്നുകൊണ്ടാണ്, ഗർഭിണികളുടെ വയറ് പിളർന്നുകൊണ്ടാണ് ചോര കുഞ്ഞുങ്ങളെ എടുക്കുകയും അവരെ തീയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തത് എന്നതാണ്. അപ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രം പോലും സുരക്ഷിതമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശക്കൂറ് നിരന്തരം ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന ഒരു അധിക ബാധ്യത മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുകയാണ്. ഇപ്പൊ ദേശീയ മുസ്ലിം എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ചില പദവികൾ മുസ്ലിങ്ങൾക്ക് മാത്രമായി കൊണ്ട് പതിച്ചു കിട്ടുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള, ഗവേഷണം നടത്തിയിട്ടുള്ള ജ്ഞാനേന്ദ്ര പാണ്ഡെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് ദേശീയ മുസ്ലിം? എന്തുകൊണ്ട് ദേശീയ മുസ്ലിം എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ദേശീയ മുസ്ലിമാണ്, അല്ലെ? അബ്ദുറഹ്മാൻ സാഹിബ് ഇദ്ദേഹത്തെ കുറിച്ച്, ഖാൻ അബ്ദുൽ ഗഫൂർ ഖാനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ? ദേശീയ മുസ്ലിം എന്ന് പറയും. അബുൽ കലാം ആസാദിനെ കുറിച്ച് പറയുമ്പോൾ ദേശീയ മുസ്ലിം എന്ന് പറയും. ജ്ഞാനേന്ദ്ര പാണ്ഡെ ചോദിക്കുന്നുണ്ട്: ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ദേശീയ മുസ്ലിമാണ്, അബുൽ കലാം ആസാദ് ദേശീയ മുസ്ലിമാണ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദേശീയ മുസ്ലിമാണ്.
ഞാൻ നിലപാട് പിന്നീട് ചോദിക്കുന്നുണ്ട്, എന്നാൽ ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ദേശീയ മുസ്ലിം ആകുന്നത് പോലെ എന്തുകൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഹിന്ദുവായി തീരുന്നില്ല? അബുൽ കലാം ആസാദ് ദേശീയ മുസ്ലിം ആകുന്നത് പോലെ എന്തുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ ഹിന്ദുവായി തീരുന്നില്ല? കേരളത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദേശീയ മുസ്ലിം ആകുന്നത് പോലെ ഒരിക്കലും കേളപ്പൻ ഒരിക്കലും ഒരു ദേശീയ ഹിന്ദുവായി തീരുന്നില്ല. അപ്പോൾ ജ്ഞാനേന്ദ്ര പാണ്ഡെ സൂചിപ്പിക്കുന്നത് കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് ഇതിന്റെ പിന്നിലുള്ള അപകടം വളരെ വ്യക്തമാണ്. ഇന്ത്യൻ ദേശീയതക്കകത്ത് മുസ്ലിം സമൂഹം ഇന്ത്യൻ ദേശീയത മുസ്ലിം സമൂഹത്തെ ഒരു കാലത്തും അക്കോമഡേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചില ആളുകളെ പ്രത്യേകമായി കൊണ്ട് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഇന്ത്യൻ ദേശീയത തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു സൂത്രവാക്യത്തിന്റെ പേരാണ് ദേശീയ മുസ്ലിം എന്നാണ് ജ്ഞാനേന്ദ്ര പാണ്ഡെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പൊ ഇത് വളരെ കറക്റ്റാണ്. ഇന്ത്യയിൽ പലപ്പോഴും ഈ ദേശീയ മുസ്ലിം എന്നുള്ള ഒരു പ്രത്യേകമായ പദവിക്ക് അർഹമായി കൊണ്ട് മുന്നോട്ട് പോകാൻ വിധിക്കപ്പെട്ടവരായി കൊണ്ട് മുസ്ലിം സമൂഹം മാറി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പൊ ഇത് ജവഹർലാൽ നെഹ്റു തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ദേശീയതയിൽ ഉള്ളടങ്ങിയിട്ടുള്ള ഈ അപകടം നെഹ്റു പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഒരു മുസ്ലിം ഒരു പൊതുവായി കൊണ്ടുള്ള കാര്യം ഇന്ത്യയിൽ ഉന്നയിച്ചാൽ പോലും അതിനെ പലപ്പോഴും സാമുദായികമായി കൊണ്ടും വർഗീയമായി കൊണ്ടുമാണ് ഇന്ത്യയിൽ ഏറ്റെടുക്കുക. എന്നാൽ മുസ്ലിമേതര സമൂഹം, വിശിഷ്യ സവർണ സമൂഹങ്ങൾ, ഭൂരിപക്ഷ സമൂഹങ്ങളൊക്കെ ഇന്ത്യയിൽ ഒരു വളരെ സാമുദായികമായിട്ടുള്ള വർഗീയമായിട്ടുള്ള പ്രസ്താവന നടത്തിയാൽ പോലും അതിനെ പൊതുവായി കൊണ്ടാണ് ഇന്ത്യൻ ദേശീയത ഏറ്റെടുക്കുക എന്ന് ജവഹർലാൽ നെഹ്റു നിരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ സാമൂഹികമായിട്ടുള്ള വിവേചന ഭീകരത മുസ്ലിം സമൂഹം ഒരു ഭാഗത്ത് മറുഭാഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ NS മാധവൻ എഴുതിയിട്ടുള്ള ഒരു കഥയുണ്ട്. ആ കഥയുടെ പേരാണ് മുംബൈ എന്ന് പറയുന്ന കഥ. അദ്ദേഹം എഴുതിയ കഥകളൊക്കെ തന്നെയും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എഴുതിയ വ്യത്യസ്തമായിട്ടുള്ള മാനങ്ങളുള്ള കഥകളുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം സിഖ് കലാപം ഉണ്ടായ ഒരു സന്ദർഭത്തിലായിരുന്നു അദ്ദേഹം വൻമരങ്ങൾ വീഴും മുമ്പ് എന്ന് പറയുന്ന കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ ഒരു സന്ദർഭത്തിലായിരുന്നു അദ്ദേഹം തിരുത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അദ്ദേഹം ഏകദേശം ഗുജറാത്ത് കലാപാനന്തരം അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റൊരു കഥയാണ് മുംബൈ എന്ന് പറയുന്ന കഥ. അപ്പൊ മുംബൈ എന്ന് പറയുന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് അസീസ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. അസീസ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പാങ് സ്വദേശിയാണ്. പാങ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ വളരെ ഉൾപ്രദേശത്തുള്ള വളരെ ഉൾഗ്രാമം എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് ഈ പാങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള ഒരു വ്യക്തിയാണ് ഈ അസീസ് ജോലി ആവശ്യാർത്ഥം മുംബൈയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരിക്കൽ വിദേശത്തേക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ വിദേശത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് അനിവാര്യമാണ്. പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ട് എടുക്കുവാൻ അദ്ദേഹത്തിന് റേഷൻ കാർഡ് അനിവാര്യമാണ്. അപ്പൊ റേഷൻ കാർഡ് എടുക്കുന്നതിന് വേണ്ടി സപ്ലൈ ഓഫീസറുടെ അടുത്തേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം, നിങ്ങൾക്ക് റേഷൻ കാർഡ് വേണം അല്ലേ? അതെ. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പേര്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അസീസ്. അപ്പോൾ പേരിനും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് അവിടെ മുതൽ അസീസ് തിരിച്ചറിയുകയാണ്. അതിൻ്റെ എല്ലാ പരിണിതമായിട്ടുള്ള ദുരന്തങ്ങളും അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് വല്ലതുണ്ടോ? ഇന്ത്യയിൽ സ്വന്തമായി ഭൂമി ഉണ്ടോ? അപ്പം അദ്ദേഹം പറയുന്നു, ഭൂമി ഉണ്ടായിരുന്നു, പക്ഷെ അനിയൻ്റെ പഠനത്തിന് വേണ്ടി എനിക്കത് വിളിക്കേണ്ടി വന്നു. അപ്പോൾ അവർ ചിരിച്ചിട്ടുകൊണ്ട് അറിയുന്നുണ്ട്, അപ്പം ഇന്ത്യയിൽ നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഇല്ല അല്ലേ? ഇല്ല. അടുത്ത ചോദ്യമാണ് കൂടുതൽ അപകടം. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ബംഗ്ലാദേശ് കുടിയേറ്റത്തിന് മുൻപ് നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? ചോദ്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മേഡം ഞാനന്ന് ജനിച്ചിട്ടില്ല, നിങ്ങൾ ഉണ്ടോ അതോ ഇല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അദ്ദേഹം പറയുന്നു, ഇല്ല. ബംഗ്ലാദേശ് കുടിയേറ്റത്തിന് ശേഷം നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? അദ്ദേഹം പറയുന്നത്, ആ കാലത്താണ് ഞാൻ ജനിച്ചത്, നിങ്ങൾ യെസ് ഓർ നോ അത്ര മാത്രം മതി. അദ്ദേഹം പറയുന്നു, യെസ് ഉണ്ട്, ഞാൻ ആ കാലത്ത് ജനിച്ചത്. അപ്പൊ ബംഗ്ലാദേശ് കുടിയേറ്റത്തിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഒരു വിദേശ പൗരനായി കൊണ്ട് തന്നെ മുദ്ര ചാർത്തുവാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒട്ടൊരു വൈകാരികതയോടുകൂടി അസീസ് എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇത് നല്ല കൂത്ത്, ഒരർദ്ധരാത്രിയിൽ ഒരസമയത്ത് ഞാൻ മേഡത്തെ വിളിച്ചുമർത്തിക്കൊണ്ട് മേഡം ഇന്ത്യക്കാരിയാണ് എന്ന് പറഞ്ഞാൽ മേഡം അതെങ്ങനെയാണ് തെളിയിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു നനുത്ത പുഞ്ചിരിയോടുകൂടി ഒരു കൊല്ലുന്ന പുഞ്ചിരിയോടുകൂടി അവരതിന് നൽകുന്ന മറുപടി, ഞാൻ എൻ്റെ പേരങ്ങ് പറയും.
പ്രമീള ഗോഖലെ ചിത് ഭവൻ ബ്രാഹ്മണ. അതാണ് എൻ്റെ പേര്, അതാണ് എൻ്റെ വംശം, അതാണ് എൻ്റെ രാജ്യം എന്നാണ് അവർ അതിന് നൽകുന്ന മറുപടി. ആ മറുപടിക്ക് മുമ്പിൽ അസീസിൻ്റെ ശിരസ് കുനിഞ്ഞു പോകുന്നതായും അത് ഇന്ത്യൻ ദേശീയതയുടെ ഒരു ആന്തരികമായ ദൗർബല്യമായി കൊണ്ട് നമ്മൾ കണക്കാക്കണം എന്നുമാണ് ആ കഥയിലൂടെ NS മാധവൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സാമൂഹികമായിട്ടുള്ള വിവേചന ഭീകരത മറുഭാഗത്തും മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. എല്ലാറ്റിനും അപ്പുറത്ത് ഒരു നിശബ്ദമായ ഭീകരത മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രസിച്ചു നിൽക്കുന്നു. മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒരൊറ്റ തീർപ്പ് കൽപ്പിക്കലായിരിക്കും. ഞാൻ പറഞ്ഞത് തീവ്രവാദ വിഷയമാകട്ടെ ഭീകരവാദ വിഷയമാകട്ടെ ഒറ്റ തീർപ്പ് കൽപ്പിക്കലായിരിക്കും. പക്ഷേ പിന്നീട് അതിൻ്റെ നിജസ്ഥിതി വെളിവായി വന്നാൽ പോലും പിന്നെ ആ വിഷയത്തിൽ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കുവാൻ ഒരു രാഷ്ട്രീയ വിശാരദന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരോ അതിൽ സത്യസന്ധത കാണിക്കാറില്ല എന്നതാണ് ഒരു നിശബ്ദമായ ഭീകരത. മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊരു തീർപ്പിലേക്ക് എത്തുവാനുള്ള ഒരു വിചാരം വളരെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ആ രൂപത്തിലേക്ക് വഴിമാറുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയയുടെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വകഭേദങ്ങൾ ഭരണകൂട ഭീകരതയായിക്കൊണ്ട് സാമൂഹികമായിട്ടുള്ള വിവേചന ഭീകരതയായിക്കൊണ്ട് അതിനപ്പുറം നിശബ്ദമായ ഭീകരതയായിക്കൊണ്ട് ഒക്കെയും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രം ഒരു സംഘപരിവാർ ഭരണം തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഇന്ത്യൻ ദേശീയതയുടെ ഒരു തുടക്കകാലം മുതൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ആശയമാണോ എന്നൊക്കെ സംശയം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ വിശകലനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു എന്നാണ്. രഘു സാറ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠവുമായി കൊണ്ട് ഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അവതരണം നടത്തുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ തന്നെയും ചരിത്രപരമായി കൊണ്ട് ഹിസ്റ്റോറിക്കലായി കൊണ്ട് ശരിയാണ്. പക്ഷെ എല്ലാറ്റിനും അപ്പുറത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരാശയം എന്നുള്ള നിലയ്ക്ക് ഇതിനേക്കാളേറെ ഒരു പ്രീ മോഡേൺ കാലം എന്ന് തന്നെ സൂചിപ്പിക്കാവുന്നതിലേക്ക് പോലും എത്തുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. പാശ്ചാത്യൻ ചിന്ത, നവോത്ഥാനം, യൂറോപ്യൻ നവോത്ഥാനം ഒക്കെയും ഈ അർത്ഥത്തിൽ പല നിലക്കും ഇസ്ലാമോഫോബിയയുമായി പല നിലക്കും ബന്ധങ്ങൾ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇപ്പൊ എന്താണ് യൂറോപ്യൻ നവോത്ഥാനം എന്ന് സൂചിപ്പിച്ചാൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ, ഗ്രീസിൽ ജനിച്ച് റോമിൽ വളർന്ന് പിന്നെ 1000 കൊല്ലക്കാലം ഇരുട്ടിൽ കിടന്ന് യൂറോപ്പിൽ തന്നെ പുനർജനിച്ച ഒന്ന് എന്നാണ് യൂറോപ്യൻ നവോത്ഥാനത്തെ കുറിച്ച് പലപ്പോഴും വിലയിരുത്താറുള്ളത്. അറിവ് എന്ന് പറയുന്നത് ഇവിടെ ജനിച്ച് ഇവിടെ ഒടുങ്ങി ഇവിടെ തന്നെ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു, പുനർജനിച്ചു കഴിഞ്ഞു എന്നാണ് യൂറോപ്യൻ നവോത്ഥാനത്തെ കുറിച്ച് പലപ്പോഴും വിശദീകരിച്ചു വരാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻ നവോത്ഥാനം അതിൻ്റെ ഒരു അറിവ് എവിടെ നിന്നാണ് സ്വാംശീകരിച്ചത് എന്ന് ചരിത്രപരമായി കൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതൊരു മധ്യകാല ഇസ്ലാമിക നാഗരികതയിൽ നിന്നുകൊണ്ടുകൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ചരിത്രത്തിന്റെ ഒരു കേന്ദ്രസ്ഥാനത്ത് പലപ്പോഴും ആധുനിക ചരിത്രത്തിന്റെ ഒരു പിതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാറുള്ളത് ആരെ എന്ന് ചോദിച്ചാൽ ഡാങ്കീനെ പോലെയുള്ള ഹെഗലിനെ പോലെയുള്ള ആളുകളായിരിക്കും. പക്ഷെ ഇതിനും 400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ ഇബ്നു ഖൽദൂൻ മുഖദ്ദിമ എന്ന് പറയുന്ന അത്യന്തം ലക്ഷണമൊത്ത ഒരു ചരിത്ര വിശകലന ഗ്രന്ഥം രചിക്കുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. മലയാളത്തിൽ അത് DC ബുക്സ്, മാതൃഭൂമി ഒക്കെയും അതിൻ്റെ പുനഃപ്രസിദ്ധീകരണം നടത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇബ്നു ഖൽദൂൻ അതിനും 400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ ഈ പറയുന്ന മുഖദ്ദിമ രചിക്കുകയാണ്. ഇതുപോലെ തന്നെ സർജറിയുടെ പിതാവായി കൊണ്ട് അബുൽ ഖാസിമിനെ പോലെയുള്ള ആളുകൾ, അലോപ്പതിയുടെ പിതാവായി കൊണ്ട് ഇബ്നു സീനയെ പോലെയുള്ള ആളുകൾ, കെമിസ്ട്രിയുടെ പിതാവായി കൊണ്ട് ജാബിർ ബിൻ ഹയാനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഇങ്ങനെ രക്തചംക്രമണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായി കൊണ്ട് വിളിക്കപ്പെടുന്ന വില്യം ഹാർവിക്ക് 400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക ലോകത്ത് അൽ നഫീസിന് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഒരു ചരിത്രത്തിൽ മധ്യകാല ഇസ്ലാമിക ലോകത്തിന്റെ, ഇറാഖിന്റെ, ഈജിപ്തിന്റെ ഒക്കെ ഒരു ചരിത്രത്തിൽ ഇത്തരം വൈജ്ഞാനികമായി പരിലസിക്കപ്പെട്ടുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ്. അപ്പൊ അതിൽ നിന്നുകൂടി സ്വീകരിച്ചുകൊണ്ടും ആ അറിവിനെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടിയാണ് യൂറോപ്യൻ നവോത്ഥാനം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ മാർട്ടിൻ ബർണൽ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകത്തിന് അദ്ദേഹം നൽകുന്ന പേര് ബ്ലാക്ക് അദീന എന്നതാണ്. അപ്പൊ ബ്ലാക്ക് അദീന എന്ന പുസ്തകത്തിന് അദ്ദേഹം പേര് കൊടുക്കുന്നത് എന്താ, കാര്യം വളരെ വ്യക്തമാണ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനത്തിന്റെ ദേവത ആരാണ് ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് എന്ന് ചോദിച്ചാൽ അത് അദീനയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് വിജ്ഞാനത്തിന് അങ്ങനെ ഒരു ദേവതയുണ്ട് എങ്കിൽ ആ അദീന ദേവത ഒരിക്കലും വെളുത്തിട്ടല്ല, മറിച്ച് അവളുടെ നിറം കറുപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം
ഈ യൂറോപ്പ് ആ വിജ്ഞാനം നേടിയെടുത്തിട്ടുള്ളത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ഈ മധ്യകാല ഇസ്ലാമിക ലോകത്ത് നിന്നാണ്, ഈജിപ്തിൽ നിന്നാണ്, ഇറാഖിൽ നിന്നാണ്. അതുകൊണ്ട് അവളുടെ നിറം വെളുത്തിട്ടല്ല, അവളുടെ നിറം കടുത്തിട്ടാണ് എന്നാണ് മാർട്ടിൻ ബർണൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് ആ പേര് കൊടുക്കുന്നതിലൂടെ തന്നെ അർത്ഥമാക്കുന്നത് എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണ് വിജ്ഞാനം എന്ന് ചോദിച്ചാൽ അത് ഇവിടെ യൂറോപ്പിൽ ജനിച്ചു, യൂറോപ്പിൽ തന്നെ അസ്തമിച്ചു, യൂറോപ്പിൽ തന്നെ പുനർജനിച്ചു എന്ന് പറഞ്ഞിരുന്ന ഈ യൂറോപ്യൻ നവോത്ഥാനവാദികൾക്ക് ഉള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ അറിവ് എന്ന് പറയുന്നത് ഈ മധ്യകാല ഇസ്ലാമിക ലോകത്ത് നിന്ന് കടം കൊണ്ടതാണ് എന്നുള്ളത്. അത് പറയാൻ അവർക്ക് വല്ലാത്ത വൈമനസ്യം ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ ഇസ്ലാമിനെ എത്രമാത്രം അധമവൽക്കരിക്കുവാൻ, പ്രാകൃതവൽക്കരിക്കുവാൻ കഴിയുമോ അതിനനുസരിച്ച് കൊണ്ടായിരുന്നു യൂറോപ്യൻ നവോത്ഥാനത്തിന് നിലനിൽക്കാൻ സാധിച്ചിരുന്നത് എന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ ഏറ്റവും പ്രാകൃതമായ ഒരു മതമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുവാനും ആ അർത്ഥത്തിൽ അധമവൽക്കരിക്കുവാനുമാണ് യൂറോപ്യൻ നവോത്ഥാനവും പാശ്ചാത്യൻ ചിന്തയും എക്കാലവും ശ്രമിച്ചത് എന്ന് ചരിത്രപരമായി കൊണ്ട് നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ വെട്ടിപ്പിടിക്കലുകളുടെ ഭൂഖണ്ഡാന്തര സമുദ്ര സഞ്ചാരങ്ങൾ ലോകത്ത് ഒരുപാട് നടന്നു. മുസ്ലിം കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, മുസ്ലിം രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ലോകത്ത് രൂപപ്പെട്ടു വന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് നമുക്കറിയാവുന്നത് പോലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തോടുകൂടി അഫ്ഗാനിൽ നിന്ന്, ഇറാഖിൽ നിന്ന് ഒക്കെയും നാം വെടിമുഴക്കങ്ങൾ കേട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ സെപ്റ്റംബർ 11 ഒരു ഭീകരാക്രമണത്തോടു കൂടി രൂപപ്പെട്ടു വരുന്ന ഒന്നല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. മറിച്ച് അതിനും അപ്പുറത്തേക്ക് ചരിത്രപരമായി കൊണ്ട് ഒരുപാട് ഒരു പിന്തുടർച്ചയുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തരത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. പക്ഷേ ഈ സെപ്റ്റംബർ 11 കൂടിയാണ് അത് ലോകത്തുടനീളമായി കൊണ്ട് കൂടുതൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ പറയുന്ന സെപ്റ്റംബർ 11 ഭീകരാക്രമണങ്ങൾക്ക് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ സാമ്രാജ്യത്വ ശക്തികൾ, അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾ മുന്നോട്ട് പോകെ തന്നെ അവർക്ക് സമാന്തരമായി കൊണ്ട്, ഇസ്ലാമിന് സമാന്തരമായി കൊണ്ട് ഒരു ശത്രു കൂടി അവരുടെ മുമ്പിലുണ്ടായിരുന്നു. അത് കമ്മ്യൂണിസം ആയിരുന്നു. അത് നമുക്കറിയാം. അന്നത്തെ സിനിമകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മാർക്സിസ്റ്റുകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ എതിരായി കൊണ്ടുവരുന്ന പല സിനിമകളും അന്നത്തെ ലോകതലത്തിലുള്ള ബോളിവുഡ് സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ്. പക്ഷേ ശീതസമരങ്ങൾക്കൊടുവിൽ, ജർമ്മൻ മതിലിന്റെ തകർച്ചക്കൊടുവിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് തീർത്തും ഉള്ളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടു. പിന്നെ അരങ്ങിൽ ആരാ ബാക്കിയായത് എന്ന് വെച്ചാൽ അത് ഇസ്ലാമുമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു ഇസ്ലാമിനെ പൂർവാധികം ശക്തിയോടുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട്, ഒരു വിധ്വംസക ശക്തിയായി കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാമോഫോബിയ വളർന്ന് വികസിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അർത്ഥത്തിൽ ഇസ്ലാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാം വെറുപ്പ്, ഇസ്ലാം ഭീതി പരത്തുവാനുള്ള വ്യാപകമായിട്ടുള്ള ഒരു ശ്രമം ലോകതലത്തിലും ഇന്ത്യൻ ദേശീയതക്കകത്തും കേരളത്തിൽ സവിശേഷമായി കൊണ്ടും നിലനിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നതാണ്. ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഗുരുവിന്റെ ഒരു മതദർശനവും ഇസ്ലാമോഫോബിയയും എവിടെയാണ് ചേർന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു കാലത്തുള്ള നമ്മുടെ ഒരു നവോത്ഥാനത്തിന്റെ കൊടുക്കൽ വാങ്ങലുകൾ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതീയമായിട്ടുള്ള അത്യാചാരങ്ങൾ, അത് സൃഷ്ടിച്ച സാമൂഹികമായ അസമത്വങ്ങൾ, അതിലേക്കൊരു മാറ്റവുമായി കൊണ്ടുകൂടിയായിരുന്നു ഇസ്ലാം കടന്നു വന്നത് എന്ന് ചരിത്രപരമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കടന്നു വന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹോദര്യത്തിന്റെ വിഷയത്തിൽ, മനുഷ്യൻ എന്ന് പറയുന്ന വിഷയത്തിൽ കൃത്യമായിട്ടുള്ള സംഭാവനകൾ അർപ്പിക്കുവാൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ ജാതി നിർമൂലനത്തിൽ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യം മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിലും അത് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അത് ഇത്ര മാത്രമാണ്. അദ്ദേഹം പറയുന്നത്, ഒരു ചികിത്സ കിട്ടാതെ ഒരു ദളിത് സ്ത്രീയും അവരുടെ കുട്ടിയും മരണപ്പെട്ടു പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അംബേദ്കർ അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് അസുഖം പിടിച്ചു, അമ്മയ്ക്കും അസുഖം പിടിച്ചു. ആ കുട്ടിയെയും അമ്മയെയും കൊണ്ട് അച്ഛൻ ഒരുപാട് ഡോക്ടർമാരെ പോയി കണ്ടു. പക്ഷെ സവർണരായിട്ടുള്ള ഒരു ഡോക്ടർമാരും അവരെ സ്വീകരിച്ചില്ല, ചികിത്സിക്കാൻ തയ്യാറായില്ല. അവസാനം വലിയ ഒരു സംഖ്യ വാഗ്ദാനം ചെയ്തപ്പോൾ ഒരാൾ അവരെ ചികിത്സിക്കാമെന്ന് ഏറ്റു. അംബേദ്കർ പറയുന്നുണ്ട്, അവർ വന്നിട്ട് ഈ കുട്ടിയുടെ വീട്ടിൻ്റെ മുന്നിൽ, ഈ സ്ത്രീയുടെ വീട്ടിലെ മുന്നിൽ വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവർ ഉള്ളിലാണല്ലോ. അപ്പോൾ അദ്ദേഹം നിർബന്ധം വെച്ചു, ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, അവരെ പുറത്ത് കൊണ്ടുവരണം, പുറത്തുനിന്ന് വേണമെങ്കിൽ ഞാൻ ചികിത്സിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വഴിയില്ല, അവർ ഉള്ളിൽ അവശ നിലയിലാണ്. അംബേദ്കർ പറയുന്നുണ്ട്, അവസാനം ഡോക്ടർ ഒരു ഉപാധി വെച്ചു, നിങ്ങളുടെ തൊട്ടടുത്ത് മുസ്ലിമായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട്, മുസ്ലിം അയൽവാസി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മുസ്ലിം അയൽവാസി വന്നു.
അദ്ദേഹത്തിൻ്റെ കൈവശം തെർമോമീറ്റർ വെച്ചു കൊടുത്തു. ഈ മുസ്ലിമായ ആട് ഉള്ളിൽ പോയി വായിൽ വെച്ചു, തിരിച്ചു കൊണ്ടുവന്നു, വീണ്ടും നോക്കി, വീണ്ടും ഉള്ളിൽ കൊണ്ടുപോയി വായിൽ വെച്ചു, ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ കൂടി ആ ചികിത്സ വൈകിയത് കാരണം സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ചികിത്സ കിട്ടാൻ വൈകിയത് കൊണ്ട് മരണപ്പെട്ടു പോയി എന്നാണ് അംബേദ്കർ ആ ദുരിതാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ത്യയിലെ സവർണ സമൂഹത്തിനും ഇന്ത്യയിലെ അസവർണ സമൂഹത്തിനും ഇടക്ക് സാഹോദര്യത്തിന്റെ തെർമോമീറ്ററുമായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഇസ്ലാമിനെ എനിക്ക് അപ്പോൾ കാണാൻ സാധിച്ചു എന്നാണ് അംബേദ്കർ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ബന്ധം നമുക്കിടയിൽ, ഈ വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ ഒരു കാലത്ത് നിലനിന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. സാഹോദര്യം എന്ന് പറയുന്ന സങ്കല്പത്തെ എങ്ങനെയാണ് സഹോദരൻ അയ്യപ്പനും വക്കം മൗലവിയും ഒക്കെ പരസ്പരം പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ അറിവിന്റെ ജനാധിപത്യവൽക്കരണത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അറിവിന്റെ ജനാധിപത്യവൽക്കരണം എവിടെയാണ് തുടക്കം കുറിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ എന്താ പറയാറുള്ളത്, ഇപ്പൊ 1930കളിലാണ് നമ്പൂതിരി യുവജന സംഘം അവിടുന്ന് നിന്ന് വിളിക്കരുത്, പിന്നെ തിരുമേനി എന്ന് വിളിക്കരുത്, റാൻ പോലെയുള്ള അപകർഷതാ പദങ്ങൾ നിങ്ങൾ സ്വയം മാറ്റിവെക്കണം എന്നൊക്കെ നമ്പൂതിരി യുവജന സംഘം 1930കളിലാണ് അവരുടെ ഒരു പ്രമേയമായി കൊണ്ട് പുറപ്പെടുവിക്കുന്നത്. 1930കൾക്ക് ശേഷമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കീഴിലുള്ള കർഷക സംഘം തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളയിൽ കഞ്ഞി കുടിക്കില്ല തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതിനും ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് മമ്പുറം അലവി പൂക്കോയ തങ്ങൾ അവിടെയുള്ള തന്നോടൊപ്പമുള്ള പിന്നെ വ്യത്യസ്തമായിട്ടുള്ള അധസ്ഥിത സമൂഹങ്ങളോട് ഇനി ഒരിക്കലും നിങ്ങൾ തിരുമേനി എന്ന് വിളിക്കരുത്, അവിടുന്ന് വിളിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ജന്മിയുടെ ഉച്ഛിഷ്ടം നിങ്ങൾ ഭക്ഷിക്കരുത്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഒരിക്കലും പണിക്ക് പോകരുത്, വീട്ടിൽ വിശ്രമിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടിരിക്കുന്ന അകലം, ആ അകലം നിങ്ങൾ മാറ്റിവെക്കണം എന്നൊക്കെയുള്ള വിപ്ലവകരമായിട്ടുള്ള പ്രസ്താവന മമ്പുറം അലവി പൂക്കോയ തങ്ങൾ യഥാർത്ഥത്തിൽ പുറപ്പെടുവിക്കുന്നത് എവിടെ വെച്ചുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ 1930 നമ്പൂതിരി യുവജന സംഘം പുറപ്പെടുവിക്കുന്ന ഈ തീരുമാനങ്ങൾക്ക് 100 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതുപോലെ തന്നെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് നികുതി നിഷേധിക്കുന്നതിന്റെ 100 വർഷങ്ങൾക്ക് മുമ്പാണ് വെളിയങ്കോട് ഉമർ ഖാദി പടച്ചവന്റെ ഭൂമിയിൽ പടപ്പുകൾക്ക് ഒരിക്കലും നികുതി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ അറിവിന്റെ ജനാധിപത്യവൽക്കരണം, അപ്പോൾ നിങ്ങൾക്കറിയാം സൈനുദ്ദീൻ മക്തൂം ഒന്നാമൻ, രണ്ടാമൻ എന്നൊക്കെ പറയുന്ന വ്യക്തികളെ കുറിച്ചൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. കേരളം 15, 16 നൂറ്റാണ്ടുകളിൽ എന്ന പേരിൽ വേലായുധൻ പണിക്കശ്ശേരി വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു ചരിത്ര കൃതിയുണ്ട്. ആ ചരിത്ര കൃതി തൂഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സൈനുദ്ദീൻ മക്തൂമിന്റെ പുസ്തകത്തിന്റെ വിവർത്തന ഗ്രന്ഥമാണ് വേലായുധൻ പണിക്കശ്ശേരി DC ബുക്സിലൂടെ നിർവഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ചരിത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് തൂഫത്തുൽ മുജാഹിദീൻ. ആ തൂഫത്തുൽ മുജാഹിദീന്റെ വിവർത്തനമാണ് കേരളം 15, 16 നൂറ്റാണ്ടുകളിൽ എന്ന പേരിൽ നിങ്ങൾക്ക് DC ബുക്സിൽ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ ആ ലക്ഷണമൊത്ത ചരിത്ര ഗ്രന്ഥത്തിൽ സൈനുദ്ദീൻ മക്തൂം ഇവിടെ ഉണ്ടായിരുന്ന ഇയാള സമൂഹങ്ങളും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിന്റെ ബന്ധങ്ങൾ വലിയ തോതിൽ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു ചരിത്രം കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ആ സൈനുദ്ദീൻ മക്തൂം രൂപം കൊടുത്തിട്ടുള്ള പൊന്നാനി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പള്ളിയുണ്ട്, പള്ളി ദർസുമുണ്ട്. പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ ശാലക്കാണ് പറയുക പള്ളി ദർസ് എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസ ശാലയിൽ ജാതി മത ഭേദമന്യേ ഏവർക്കും വന്നുകൊണ്ട് വിദ്യാഭ്യസിക്കുവാനുള്ള ഒരു ശേഷി അന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അറിവിന്റെ ജനാധിപത്യവൽക്കരണം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുത്തത് ഇസ്ലാമിന് ഒരു പങ്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ സാഹോദര്യത്തിന്റെ മനുഷ്യൻ എന്ന് പറയുന്ന പദവി ആർജിച്ചെടുത്തതിലെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെയുള്ള മുസ്ലിം സമൂഹവും ദളിത് സമൂഹങ്ങളും തമ്മിൽ നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് റോബിൻ ജെഫ്രി നായർ മേധാവിത്വത്തിന്റെ പതനം എന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കീഴാള സമൂഹങ്ങൾ ഇസ്ലാമിനെ തേടി അങ്ങോട്ട് പോവുകയായിരുന്നു, അല്ലാതെ ഇസ്ലാമിലെ മിഷണറി സംഘങ്ങൾ അങ്ങോട്ട് പോവുകയായിരുന്നില്ല, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോവുകയായിരുന്നില്ല, മറിച്ച് അവരെ തേടിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയായിരുന്നു എന്നാണ് റോബിൻ ജെഫ്രി അദ്ദേഹത്തിന്റെ നായർ മേധാവിത്വത്തിന്റെ പതനം എന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് എന്നാണ്. ഇപ്പോഴും നിങ്ങൾക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടുന്ന
അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ഒക്കെ ഒരു ഉള്ളടക്കം യഥാർത്ഥത്തിൽ ഇതായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒരു കാലത്ത് ഈ അർത്ഥത്തിൽ പുറംതിരിഞ്ഞ് സാംസ്കാരികമായി കൊണ്ട് വ്യത്യസ്തമായ ആലോചനകൾ നടത്തിയിരുന്ന പലതരത്തിലുള്ള നവോത്ഥാന നായകന്മാരെ ആകർഷിക്കുന്ന ഒരു ദർശനമായിക്കൊണ്ട് ഇസ്ലാം ഒരു കാലത്ത് മാറിയിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പനും മിതവാദി കൃഷ്ണനും ഒക്കെ ഒരു കാലത്ത് നടത്തിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. മഹാനായിട്ടുള്ള കുമാരനാശാൻ അദ്ദേഹത്തിന് എതിരായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. കുമാരനാശാനും മിതവാദി കൃഷ്ണനും തമ്മിൽ നടന്നിട്ടുള്ള വലിയൊരു സംവാദം കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഈ ജാതി നവീകരണം ഒക്കെ നടത്തിയിട്ട് ഞാൻ ഈ ദിനത്തിനെ കൊണ്ട് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു കുമാരനാശാന്റെ ഒരു വാദം. പക്ഷെ മിതവാദി കൃഷ്ണനെ പോലെയുള്ള ആളുകൾ, സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയും അതിനെതിരായിരുന്നു എന്നാണ്. സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ജാതിയില്ലാത്തൊരു ഹിന്ദു സമൂഹം നിലനിൽക്കുക എന്ന് പറയുന്നൊരു വ്യാമോഹം മാത്രമാണ്. അങ്ങനെയില്ലാത്തൊരു മതം യഥാർത്ഥത്തിൽ ഉപ്പില്ലാത്ത കടൽ പോലെ ഒരു സങ്കല്പം മാത്രമാണ് എന്നായിരുന്നു സഹോദരൻ അയ്യപ്പൻ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് കാണാൻ കഴിയും. അപ്പൊ ഈ ലേഖനം ഇദ്ദേഹം ലേഖനം ആയിട്ട് അയക്കുന്നുണ്ട് മിതവാദിയിലേക്ക്, കൃഷ്ണന്റെ മിതവാദിയിലേക്ക് അയക്കുന്നുണ്ട് കുമാരനാശാൻ. ഞാൻ ഹിന്ദു മതത്തെ വിമർശിച്ചത് ഹിന്ദു മതത്തോടുള്ള വെറുപ്പ് കാരണമല്ല, മറിച്ച് അതിനെ നവീകരിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ നിലനിൽക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലേഖനം അയക്കുന്നത്. പക്ഷേ മിതവാദി ആ ലേഖനം തീർത്തും നിരാകരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കാതെ പുറത്തുവിടുകയാണ് ചെയ്തത്. എന്നിട്ട് കുമാരനാശാൻ അതിനോട് പ്രതികരിച്ചുകൊണ്ട് സ്വന്തം പൈസ ചെലവാക്കിക്കൊണ്ട് മതപരിവർത്തന രസവാദം എന്ന പേരിൽ അത് സ്വന്തം പൈസ ഇറക്കിക്കൊണ്ട് അത് പുറത്തിറക്കുകയും ചെയ്തു എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ അർത്ഥത്തിലുള്ള വലിയൊരു ബന്ധം, ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു ബന്ധം കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പൊ ആ അർത്ഥത്തിലുള്ള ഈ ബന്ധങ്ങളെ, സാമൂഹികമായിട്ടുള്ള പാരസ്പര്യങ്ങളെ ഈ നിലനിർത്തിക്കൊണ്ട് പുതിയ പുതിയ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധങ്ങൾ എങ്ങനെ സാധ്യമാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഭരണഘടനാ ശില്പി എന്നുള്ള നിലക്ക് അംബേദ്കറെ കുറിച്ച് ഇവിടെ പല നിലക്കും നമ്മൾ സംസാരിക്കുകയുണ്ടായി. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അംബേദ്കർക്ക് ഒരു ശൂന്യതയിൽ നിന്നുകൊണ്ട് ഒരു ഭരണഘടനാ നിർമ്മാണം സാധ്യമാവുകയില്ല എന്നാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. മറിച്ച് അദ്ദേഹം കേന്ദ്രത്തിലെത്തണം, പാർലമെന്റിലെത്തണം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അദ്ദേഹം അംഗമാകണം, അതിൽ നിന്ന് അദ്ദേഹം പരിഗണിക്കപ്പെടണം. എങ്ങനെയാണ് കഴിഞ്ഞത്? നമുക്കറിയാം, മഹറുകൾക്കിടയിൽ ഏറ്റവും അധസ്ഥിതൻ എന്ന് പറയുന്ന അധസ്ഥിത വിഭാഗത്തിലെ ഏറ്റവും ദുരിത ജീവിതം നയിച്ചിരുന്ന മഹറുകൾക്കിടയിലെ ഒരാളായിരുന്നു മഹാനായിട്ടുള്ള അംബേദ്കർ എന്ന് പറയുന്നത്. ആ അംബേദ്കറിനെ ഒരു തരത്തിലും സവർണ സമൂഹങ്ങൾ പരിഗണിച്ചിരുന്നില്ല എന്നതാണ്. അങ്ങനെ പരിഗണിക്കാതിരുന്ന അദ്ദേഹം പല നിലക്കും മത്സരിച്ചുവെങ്കിൽ മദ്രാശിയിലേക്ക് മത്സരിച്ചു, അദ്ദേഹം തോറ്റു. മുംബൈയിലേക്ക് മത്സരിച്ചു, അംബേദ്കർ തോറ്റു. അങ്ങനെ നിരാശനായിരിക്കുന്ന അംബേദ്കറെ കണ്ടുകൊണ്ട് യോഗീന്ദ്രനാഥ് എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും വലിയ ചിന്തകനായിട്ടുള്ള അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാക്കളെ പോയി കാണുകയും ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്തുകൊണ്ടും അംബേദ്കർ ഉണ്ടാകണം എന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കുകയും അങ്ങനെ മുസ്ലിം ലീഗ് അവരുടെ മണ്ഡലം ബംഗാളിലുള്ള മണ്ഡലത്തിൽ കൊണ്ടുപോയി അംബേദ്കറെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അവിടെയുള്ള മുസ്ലിം ലീഗ് തന്നെ പാർലമെന്റിലേക്ക് അദ്ദേഹത്തെ വിജയിപ്പിച്ച് അങ്ങനെ അദ്ദേഹം എത്തി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായി. അങ്ങനെയാണ് അദ്ദേഹം ഭരണഘടനാ ശില്പിയായി കൊണ്ട് മാറിയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളിലൂടെ തന്നെയാണ് പുതിയ കാലത്ത് ഈ ഫാഷിസത്തെ എതിർക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ദൈവത്തിന് സ്തുതി.